അപ്പൊ നമ്മള് ഭഗവാനെ എവിടെ തന്നെ കണ്ടുറപ്പിക്കണം? ആത്മോ ബ്രഹ്മൈവ. എവിടെയാണ്? ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉറച്ചു കിട്ടിയാൽ, നമ്മുടെ മനസ്സ് ക്രമേണ ക്രമേണ ഈ ബോധത്തിലേക്ക് ഉണർന്നാൽ, നമ്മൾ തളരുമ്പോഴൊക്കെ നമുക്ക് പറയാം കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. പരീക്ഷത്തിനോട് ഇത് തന്നെയാണ് പറഞ്ഞുറപ്പിക്കുന്നത്. ഭാഗവതത്തിലെ 12-ാം സ്കന്ധത്തില് 5-ാം അധ്യായത്തില് പരീക്ഷത്തിന് കൊടുക്കുന്ന ഉപദേശത്തെയാണ് ബ്രഹ്മോപദേശം എന്ന് പറയാം. പരീക്ഷത്തിന് അവസാനമായി കൊടുക്കുന്ന ഉപദേശമാണ് ബ്രഹ്മോപദേശം. ഇനി അപ്പുറം ഒരു ഉപദേശമില്ല. ഭാഗവതത്തെ കൺക്ലൂഡ് ചെയ്യാണ് ആര്? ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. അതില് പറഞ്ഞ് ഉറപ്പിക്കുന്ന അവസാനത്തെ ശ്ലോകം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാതായ നിഷ്കളേ. അഹം ബ്രഹ്മ. ഈ അഹം എന്ന് പറയുന്നത്, അഹം എന്നുള്ള ശബ്ദത്തിനർത്ഥം ഇവിടെ അഹം എന്ന് പറയുന്നത് ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ. നമ്മൾ ഓരോരുത്തരും അഹം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് ശരീരമുള്ളത് കൊണ്ടല്ല. നമ്മുടെ അഹം തുടങ്ങുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴാ നിങ്ങൾ പറയുക? മനസ്സ് ഉണർന്നതിന് ശേഷമോ മനസ്സ് ഉണരുന്നതിന് മുമ്പോ? ഞാൻ വരുന്നു, ഞാൻ പോകുന്നു, ഞാൻ കണ്ടു, ഞാൻ ചെയ്തു എന്നൊക്കെ പറയണമെങ്കിൽ മനസ്സല്ലേ. ശരീരം ആ പറയുന്നതിനെ, ചിന്തിക്കുന്നതിനെ പ്രകടിപ്പിക്കുന്ന ഒരു ഉപകരണം മാത്രല്ലേ? ആണോ അല്ലയോ? അപ്പൊ അഹം ബ്രഹ്മ. ഈ മനസ്സ് ആര് തന്നെയാണ്? ബ്രഹ്മ. ബ്രഹ്മം എന്നുള്ള ശബ്ദത്തിനർത്ഥം ബൃഹത്താൽ ബ്രഹ്മം, എങ്ങും നിറഞ്ഞിരിക്കുന്നത് ബ്രഹ്മം. അക്ഷരം ബ്രഹ്മ. ഗീതയിൽ 8-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും അക്ഷരം പരമം ബ്രഹ്മ. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരം ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. അങ്ങനെയുള്ള ബ്രഹ്മം. പരം ധാമ, അത് തന്നെയാണ് ധാമം എന്ന് പറഞ്ഞാൽ ഈ മനസ്സ് അവസാനമായി എത്തിച്ചേരേണ്ടത്. ഇപ്പൊ പുറത്തെവിടെയോ അല്ല നമുക്ക് പോവേണ്ടത്, എത്തിച്ചേരേണ്ടത്. ഈ മനസ്സിന് അവസാനം എത്തിച്ചേരേണ്ടത് പുറത്തെവിടെയോ ഒരു ലോകത്തിലേക്കല്ല പോവേണ്ടത്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു. അപ്പൊ നോക്കൂ, ശ്രദ്ധിക്കും നിങ്ങൾ. മോക്ഷം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന വിഡ്ഢിത്തമല്ലേ? ഒരു ദൈവത്തിന് തരാൻ പറ്റുന്ന സാധനമാണോ മോക്ഷം? അതോ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുകയാണോ വേണ്ടത്? നമ്മൾ അതിലേക്ക് എത്തിച്ചേരുകയാണ്. ബ്രഹ്മാഹം പരമം പദം. ബ്രഹ്മം തന്നെയാണ് ഈ അഹത്തിന്റെ പരമം പദം എന്ന് പറഞ്ഞാൽ, ഈ അഹം ഇരിക്കുന്നത് അങ്ങയുടെ ശരീരത്തിലൂടെ പ്രകടമാവുന്നെങ്കിലും ശരീരത്തിലല്ല ഇരിക്കുന്നത്. അതിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. ഏവം സമീക്ഷൻ, ഇത് നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ആത്മന്യാതായ നിഷ്കളെ, ആ നിഷ്കളമായിരിക്കുന്ന ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചാലും പരീക്ഷിത്തെ എന്ന് പറയും. അപ്പൊ പരീക്ഷത്തിന്റെ മനസ്സിനെ ഉറപ്പിക്കാൻ പറയുന്നത് ഏതോ ശംഖചക്ര കഥാരൂപത്തിലോ ഗോകുല കൃഷ്ണന്റെ മനസ്സിലോ കാലിലോ ഒന്നും അല്ല. മനസ്സിനെ ഉറപ്പിക്കാൻ പറയുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ തന്നെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്ത തെറ്റ് പാകപ്പിഴകളുണ്ട്. ഉണ്ടോ? ഒന്ന്, നമ്മൾ വിചാരിച്ചിരിക്കുന്ന സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ സങ്കടങ്ങൾ തീരുന്നതാണ്. ആണോ അല്ലയോ? അല്ല. ആളുകൾ അത്ര ഉറച്ചല്ലേ ഇതിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ സങ്കടം തീരുമെങ്കിൽ അമ്പലത്തിൽ പോകുന്നവർക്കൊന്നും എന്തുണ്ടാവരുത്. എന്നാൽ അമ്പലത്തിൽ പോയി വന്നാൽ സങ്കടം തീരുന്നുണ്ടോ? സങ്കടം തീർന്നു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് കാണാതെ വന്നു കഴിഞ്ഞാൽ സങ്കടം കൂടുതലേ ചെയ്യണത്. നേരത്തെ പോയതിന്റെ ദുഃഖം പറയാനാണ് അമ്പലത്തിൽ പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും ആ ദുഃഖമുണ്ട്. ഇപ്പോ ചെരുപ്പ് പോയതിന്റെ ദുഃഖമുണ്ട്. ദുഃഖം കൂടുകയാണ് അയാൾക്ക് ചെയ്തിരിക്കുന്നത്. ആണോ അല്ലയോ? അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി വേണ്ടത്ര സുഖമായിട്ട് തൊഴാൻ പറ്റിയിട്ടില്ലെങ്കിൽ സങ്കടം തന്നെയല്ലേ? അതുമില്ലേ നിങ്ങൾക്ക്? അപ്പൊ നോക്കൂ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയുമെങ്കിലും എന്നാലും നമ്മൾ വിഡ്ഢിത്തം പറയും. എന്ത്? അമ്പലത്തിൽ പോയാൽ ശാന്തി കിട്ടുന്നു. അങ്ങനല്ലേ പൊതുവെ പറയാ? അപ്പൊ ശാന്തിയും സമാധാനവും എവിടെ തന്നെ കിട്ടാനുണ്ട്? നമ്മളിൽ തന്നെ കിട്ടാനുണ്ട്. കാരണം ഈ മനസ്സിനെ നിലനിർത്താൻ ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ പുറത്തല്ല ഈശ്വരൻ ഇരിക്കുന്നത്, അകത്ത് തന്നെ എന്ന് നല്ലവണ്ണം ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വലിയൊരു ചിന്തയിൽ മാറ്റം വന്നു. ഓരോ ചിന്തകൾക്ക് പുറകിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാനാണ് ഇതിനെല്ലാം
കൂട്ടിച്ചേർത്ത് നിലനിർത്തുന്നത്. വളരെ പ്രസിദ്ധമായ ഗോപികാഗീതം മറക്കരുത്. നകലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം. എവിടെയാണ് കൃഷ്ണനെ കാണുന്നത്? എല്ലാവരുടെയും അന്തരാത്മാവ് തന്നെയായിട്ടാണ് അവർ കാണുന്നതെങ്കിൽ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്രകാരമുള്ള ഭഗവത് സാന്നിധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. അപ്പൊ എല്ലാവരും വന്നിരിക്കുന്നത് ഒരേ ചൈതന്യത്തിൽ നിന്നാണെങ്കിൽ ശ്രദ്ധിക്കണേ, ആത്മാവിനെ തന്നെയാണ് ഈശ്വരനെന്നും ഭഗവാനെന്നും ബ്രഹ്മമെന്നും എന്നെല്ലാം വിളിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇനി നമ്മുടെ പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനെന്നും രാമനെന്നും എന്നൊക്കെ ശബ്ദങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ, അപ്പോഴൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം ഗ്രഹിക്കേണ്ടത് ആത്മാവ് തന്നെ എന്ന് ഗ്രഹിക്കണം. നാരായണ സൂക്തത്തിൽ പറയും, സ ബ്രഹ്മ സ ശിവ സ ഹരി സ അക്ഷര പരമസ്വരാൾ വ്രതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണപിംഗളം ഊർധരേദം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. സ ബ്രഹ്മ സ ശിവ സ ഹരി സ സ സ സ സ എന്ന് പറയുമ്പം എല്ലാം ആരെ സൂചിപ്പിക്കുന്നു? ശിവനെന്നും രാമനെന്നും അയ്യപ്പനെന്നും ഒക്കെ സൂചിപ്പിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തെയാണ്. ഇനി നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവൽ പ്രഭു ഭൂതഗത് ഭൂതഭത് ഭാവോ ഭൂതാത്മ. അപ്പൊ ആരെയായിട്ടാണ് വിഷ്ണുവിനെ കണക്കാക്കിയിരിക്കുന്നത്? എല്ലാവരുടെയും. ഇനി രാമായണം എടുത്തു നോക്കൂ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി. അങ്ങനെയാണോ? ആണോ അല്ലയോ? രാമനെ മാനുഷരെന്നു ധരിക്കുവോർ അജ്ഞാനികൾ എന്നുണ്ടോ രാമായണത്തില്? ഉണ്ടോ ഇല്ലയോ? അപ്പൊ രാമനെ കാണേണ്ടത് എല്ലാവരുടെയും ആത്മാവ്. ഇനി കൃഷ്ണനെയും കാണേണ്ടത് ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് 14ാമത്തെ അധ്യായത്തിൽ 54ാം ശ്ലോകം എടുത്തു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടതെന്ന്. ഇത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ബ്രഹ്മസ്തുതിക്ക് ശേഷം. അതായത് കുട്ടികളെയൊക്കെ മറച്ചു, പശുക്കുട്ടികളെയും മറച്ചു ബ്രഹ്മാവ്. ആ പശുക്കുട്ടികളെയും കുട്ടികളെയും തിരിച്ചു കൊടുത്തപ്പോ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ബ്രഹ്മസ്തുതി. ആ ബ്രഹ്മസ്തുതി കഴിഞ്ഞ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു, കൃഷ്ണമേനം അവേഹിത്വം. ഉണ്ടോ? കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം ജഗത്ഹിതായ സോപ്യത്ര ദേഹീവമാദിമായ. കൃഷ്ണം അവേഹി, കൃഷ്ണനെ അറിഞ്ഞാലും. കൃഷ്ണനെ എങ്ങനെയാണ് അറിയേണ്ടത്? ആത്മാനം അഖിലാത്മനാം. എന്താ പറഞ്ഞത്? കൃഷ്ണനെ എങ്ങനെ അറിയണമെന്നാ പറയുന്നത്? ആത്മാനം അഖിലാത്മനാം. അപ്പൊ എന്തിനാ ഈ കൃഷ്ണൻ വന്നത്? ജഗത്ഹിതായ, എല്ലാവരെയും ആ തലങ്ങളിലേക്ക് ഉയർത്താനാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെച്ചു. അപ്പൊ നമുക്ക് നോക്കൂ, നമ്മൾ ഈ കൃഷ്ണനെന്നും രാമനെന്നും ശിവനെന്നും. ഇനി ശിവപുരാണത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ശിവം ആത്മനി പശ്യന്തി ന പ്രതിമാസു ന യോഗിന. ഒരു യോഗിയായിട്ടല്ല ശിവനെ കാണേണ്ടത്, ആത്മനി പശ്യന്തി. എവിടെ കാണണം? അപ്പൊ പിന്നെ എന്തിനാ ഈ പ്രതിമ ശിവലിംഗം വെച്ചിരിക്കുന്നത്? അജ്ഞാനം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്പിത. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? പ്രതിമ. അപ്പൊ ശിവൻ എവിടെ ഇരിക്കണു? രാമൻ എവിടെ ഇരിക്കണു? ഒരേ ആത്മാവിനെ തന്നെയാണ് ശിവനെന്നും അയ്യപ്പനെന്നും രാമനെന്നും എല്ലാം വിളിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നമ്മളിരിക്കുന്ന ചൈതന്യത്തെ തന്നെയല്ലേ പലവിധ വിഗ്രഹത്തിലൂടെയും നമ്മൾ കാണുന്നത്? ആണോ അല്ലയോ? ഒരേ എന്താണ് നമ്മുടെ രൂപം ഒരുപാട് കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്ന പോലെ, പല വിധത്തിലുള്ള കണ്ണാടികളിലൂടെ നമ്മൾ കാണുന്ന പോലെ ഒരേ ചൈതന്യം തന്നെയാണ് പല രൂപങ്ങളിലായി കാണേണ്ടത്. ഒരേ തന്ത്രി തന്നെ അനവധി പ്രതിഷ്ഠകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ വിഗ്രഹത്തിലും തൻ്റെ ചൈതന്യത്തെ കാണാൻ സാധിക്കുമെങ്കിൽ എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് ശിവനായും രാമനായും അയ്യപ്പനായും കൃഷ്ണനായും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മഹാത്മാക്കൾ എന്താ പറയുന്നത് അറിയോ? രാമകൃഷ്ണ പരമഹംസരൊക്കെ ഒരേ വെള്ളത്തെ തന്നെ പല നാടുകളിൽ പല പേരുകൾ വിളിക്കുന്ന പോലെയാണ് ഒരേ സത്യത്തിനെ പല മഹാത്മാക്കൾ പല പേരുകൾ. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. ഇതാണ് ഉപനിഷത്ത് മന്ത്രം. ഏകം സത്, ഒരേ തത്വത്തെ തന്നെയാണ് ബഹുധാ വദന്തി, പല പേരുകളിൽ വിളിക്കുന്നത് എന്നാണ്. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് അമ്പലത്തിൽ പോകുമ്പോഴും നമുക്ക് ആരെയാണ് കാണേണ്ടത്?
ആരെയാണ് നമ്മൾ ബോധിക്കേണ്ടത്? ഈ രൂപത്തിലാണോ ഹിന്ദുക്കൾ പോകുന്നത്? ആണോ? ശിവൻ വേറെയല്ലേ? അയ്യപ്പൻ വേറെയല്ലേ? രാമൻ വേറെയല്ലേ? എന്താ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഒക്കെ വേറെ വേറെ ആയിട്ടാണോ തോന്നുന്നത്? എല്ലാം ഒന്നായിട്ടാണോ മനസ്സിലാക്കിയിട്ടുള്ളത്? കൂടുതൽ ആളുകളും വേറെ വേറെയല്ലേ? തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ സത്യം തന്നെയാണ് ഈശ്വരനെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഒന്നിലും ഒരു കുറവുള്ളവനല്ല എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് ക്രമേണ ഉയർത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് നമ്മളെ ഉയർത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നല്ലൊരു ബോധമുണ്ടാവണം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഋഷീശ്വരന്മാര് തരുന്നത് ബോധവൽക്കരണമാണ്. എന്താ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ, നാം ഓരോരുത്തരും വ്യത്യസ്ത ശരീരത്തോടും വ്യത്യസ്ത ചിന്തകളോടും ഇരിക്കുന്നുവെങ്കിലും ഈ ചിന്തകളെയും പ്രാണനെയും ശരീരത്തെയും കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ശക്തി എല്ലാം ഒന്നാണ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അധികമൊന്നും ഉദാഹരണങ്ങൾ വേണ്ട. ഇലക്ട്രിക് ഉപകരണങ്ങൾ നോക്കൂ നിങ്ങൾ. മൈക്കുണ്ട്, ലൈറ്റ് ഉണ്ട്, ഫാനുണ്ട്, ക്യാമറയുണ്ട്, പലതും ഇവിടെ ഉണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണെങ്കിലും ഇതിലൂടെ പ്രവർത്തിക്കുന്ന കറണ്ട് എല്ലാറ്റിലും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഇനി നമ്മുടെ കണ്ണിലും കാതിലും നാവിലും മൂക്കിലും കയ്യിലും ചലനങ്ങളും പ്രകാശവും ഉണ്ടെങ്കിലും ഈ പ്രകാശങ്ങളുടെയൊക്കെ പിന്നിലുള്ള പ്രകാശം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ടോ? എല്ലാ കണ്ണിലൂടെയും പ്രകാശിക്കുന്ന പ്രകാശം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇവിടെ വ്യത്യസ്തത ഇവിടെ മാത്രമേ ഉള്ളൂ. രൂപങ്ങളിൽ വ്യത്യാസമുണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. ഏതിൽ വ്യത്യാസമില്ല? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു. അപ്പൊ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാസുദേവ സർവം, അല്ലെങ്കിൽ സർവം വിഷ്ണുമയം ജഗത്, അല്ലെങ്കിൽ സർവം കല്ലിതം ബ്രഹ്മ, അല്ലെങ്കിൽ പുരുഷ ഏവ ഇതം സർവം, അല്ലെങ്കിൽ നാരായണായേതി, എല്ലാം നാരായണൻ തന്നെ, സർവം നാരായണമയം എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് തന്നെയാണ്. വ്യത്യസ്തതകൾ വരുന്നത് സ്വഭാവത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും രൂപത്തിലും. ഏതുപോലെ ഒരേ നൂല് തന്നെ വ്യത്യസ്ത കളർ മുക്കുന്ന സമയത്ത് വ്യത്യസ്ത വർണ്ണത്തിലും നമ്മൾ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ ആകൃതിക്കനുസരിച്ച് വ്യത്യസ്ത ആകൃതിയിലും വരുന്നു. ആണോ അല്ലയോ? ഒരേ സ്വർണം തന്നെ ധരിക്കുന്ന സ്ഥലത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് വ്യത്യസ്ത ആഭരണങ്ങളായി നിൽക്കുന്ന പോലെ ഒരേ സത്യം തന്നെയാണ് പല രൂപങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും. അപ്പൊ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടക്കും തോറും നമ്മൾ ആരെയും വ്യത്യസ്തരായി കാണില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആരെയും ആശ്രയിക്കേണ്ടുന്ന ഒരു കാര്യമില്ല എന്ന് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മളൊക്കെ ഇന്ന് ദുർബലരായി ജീവിക്കാനുള്ളൊരു കാരണം എങ്ങോട്ട് കടക്കുന്നില്ല? നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. നമ്മൾ മനസ്സ് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥൂലമായ തലങ്ങളിലാണ്. അപ്പൊ അങ്ങനെ ഒരു ശക്തി നമുക്ക് ഉണർത്തണ്ടേ? വേണ്ടയോ? അപ്പൊ നമ്മളൊക്കെ നിസ്സാരക്കാരാണെന്നാണോ പറയുന്നത്? നിങ്ങളുടെ കയ്യിലൊക്കെ വലിയ ബോംബുണ്ടെന്നല്ലേ പറയുന്നത്? അപ്പൊ ഈശ്വരനാകുന്ന വലിയൊരു ശക്തി എവിടെയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടെ മോശക്കാരാണോ? ആരെങ്കിലും നിസ്സാരക്കാരാണോ? നമ്മളെ താഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ചൊവ്വാദോഷം, ശനിദോഷം, മറ്റേ ദോഷം എന്ന് പറഞ്ഞ് നടക്കണോ? പാട്ടുപാടി നടക്കണോ? എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, നെവർ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ബോക്സുകളായിട്ട് ജീവിക്കണോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും കുറവുള്ളവരുണ്ടോ? അപ്പൊ നമുക്ക് വാസ്തവത്തിൽ എല്ലാ കുറവുകളും അനുഭവപ്പെടുന്നതിന് കാരണം മനസ്സിനെ നമ്മൾ വിവേകത്തിൽ കൊണ്ട് നടക്കുന്നില്ല, വിചാരത്തിൽ കൊണ്ട് നടക്കുന്നില്ല, വികാരത്തിൽ കൊണ്ട് നടക്കും. വികാരം നിറഞ്ഞ മനസ്സ് തളർത്തും, വിവേകം നിറഞ്ഞ മനസ്സ്. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളൊരു കഴിവെന്താന്ന് വെച്ചാൽ ഉള്ളിലേക്കും തിരിയാം, പുറത്തേക്കും തിരിയാം. പുറത്തേക്ക് തിരിഞ്ഞാൽ അത് താഴ്ത്തും, ഉള്ളിലേക്ക് തിരിഞ്ഞാൽ അത് ഉയർത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെയാണ്. എങ്ങോട്ട് തിരിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നു. എന്നിലേക്ക് മനസ്സ് തിരിക്കുന്നവരാണ് ശരിക്കും ജന്മം സഫലമാക്കുന്നവര്. അല്ലാത്തവരൊക്കെ യൂസ്ലെസ് ആണെന്ന് പറയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചില്ലെങ്കിൽ ഭഗവാൻ പറയുന്നു നിങ്ങളെ യൂസ്ലെസ് എന്നുള്ള എൻ്റെ പ്രയോഗമാണ്. കുറച്ചുകൂടി കടുത്ത പ്രയോഗം ഈശ്വര ഭഗവാൻ ചെയ്യുന്നുണ്ട്.
അത് മനസ്സിലാക്കി വെക്കണമല്ലോ. 11-ാം സ്കന്ധത്തില് 20-ാം അധ്യായത്തില് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് നൃദേഹമദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വദേരിതം പുമാൻ ഭവാബ്ദ്യം നതരേ സാത്മഹാം. നൃദേഹമാദ്യം, എന്ത് ദേഹം തന്നിട്ടുണ്ട്? നൃദേഹം. നൃദേഹം മനുഷ്യദേഹം നമുക്ക് തന്നിട്ടുണ്ട്. സുലഭം, ഇന്ന് നമുക്ക് സുലഭമാണ്. സുദുർലഭം, എല്ലാം ഒത്തിണങ്ങിയ ഒരു ദേഹം കിട്ടണമെങ്കിൽ, ഇതിലൊക്കെ താല്പര്യമുള്ള ഒരു ജീവിതം കിട്ടണമെങ്കിൽ സുലഭമാണോ? അത് കുറച്ചൊക്കെ ഒരു പ്രേരണയും താല്പര്യവും മറ്റുള്ളവരുടെ ഒരു ഇൻസ്പിറേഷനും ഒക്കെ വേണ്ടേ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടാനുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഇന്ന് നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്ലവം സുകൽപ്പം ഗുരുകർണധാരം, നമുക്ക് ഗുരുകർണധാരം, ഗുരുവിലേക്ക് കർണങ്ങളെ എത്തിക്കാൻ പറ്റുന്നൊരു മനസ്സും തന്നിട്ടുണ്ട്. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഇന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സാഹചര്യങ്ങളില്ലേ? ഉണ്ടോ ഇല്ലയോ? പണ്ടുള്ളവരെക്കാൾ കൂടുതൽ നമുക്കുണ്ടോ? ഉണ്ട്. എന്നിട്ടും മയാ അനുകൂലേന നഭസ്വതേരിതം, മയാ, എന്നിലേക്ക് ഈ മനസ്സാകുന്ന തോണിയെ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ, അതായത് മനസ്സെന്ന് പറയുന്ന തോണിക്ക് ശരീരമാകുന്ന കരയിലും ഒട്ടാൻ പറ്റും. ഈ മനസ്സെന്ന തോണി എവിടെയാ നിൽക്കുന്നത്? മനസ്സിലായില്ല. ആരുള്ളത് കൊണ്ടാണ് ഈ മനസ്സ് ഈ ശരീരത്തിൽ നിൽക്കുന്നത് എന്നാ പറഞ്ഞത്? മത്തപ്പരം അല്ലെ? എന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നിലേക്കും മനസ്സിന് തിരിയാൻ പറ്റും, ശരീരത്തിലേക്കും തിരിയാൻ പറ്റും. അങ്ങനെ എന്നിലേക്ക് തിരിയാൻ പറ്റുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടും ആരാണോ തരേത്, എന്നിലേക്ക് തിരിയാത്തത്, അവൻ പുമാൻ ഭവാബ്ദിം തരേത്, അവൻ ഈ സംസാര സാഗരങ്ങളെ കടക്കാൻ സാധ്യല്ല. സ ആത്മഹ, അവൻ ആത്മാവിനെ ഹനിച്ചവനാണ്, ആത്മഹത്യ ചെയ്തവന് തുല്യനാണ്, മരിച്ചവർക്ക് തുല്യനാണ്. അപ്പൊ എന്നിലേക്ക് തിരിയാത്തവരൊക്കെ യൂസ്ലെസ് എന്നാണോ ഭഗവാൻ വിളിക്കുന്നത്? കുറച്ചുകൂടി കട്ടിയിലല്ലേ പറയണത്? ചത്തതിനൊക്കുമേ. അപ്പൊ ദേ ആർ വേസ്റ്റിംഗ് ദെയർ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദേ ആർ നോട്ട് മേക്കിംഗ് യൂസ് ഓഫ് ദെയർ പൊട്ടൻഷ്യാലിറ്റി. അവരുടെ മനസ്സിനുള്ള കഴിവുകളെ മുഴുവൻ അവര് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത്തത് നമ്മുടെ ജീവിതത്തിലെ ഒരു വ്യക്തമായ ബോധ്യമാണ്. ഞാൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയെ നിലനിർത്തുന്നത് കേവലം ശരീരമല്ല. ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ചിന്തകൾ ബ്രെയിനിലൂടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ ചിന്തകളെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് പ്രാണനും ഈ ശരീരത്തിൽ ചൂടും ഇതെല്ലാം നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണെങ്കിൽ സൂക്ഷ്മമായ ചൈതന്യത്തിലാണ് എൻ്റെ വ്യക്തിത്വം